Hi friends, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ പേപ്പറാണ്. മൊത്തം 10 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിൽ 8 ആക്ടിവിറ്റീസ് ആൻസർ ചെയ്യണം. ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. Social reform movements have played a major role in the social and cultural fields of Kerala. Name the revolt led by Kandagai Kunnakama against the exploitation faced by women. കണ്ടകൈ കുഞ്ഞേക്കമ്മ നയിച്ച സമരത്തിൻ്റെ പേരെന്താണെന്നാണ്. അപ്പോൾ ഏതാണ് സമരം? മേച്ചിൽ പുല്ല് റിവോൾട്ട്. മേച്ചിൽ പുല്ല് റിവോൾട്ട് ലെഡ് ബൈ കണ്ടകൈ കുഞ്ഞമ്മ ഓഫ് കണ്ടകൈ വില്ലേജ് ഇൻ കണ്ണൂർ വെർ വിമൻസ് ഇനീഷ്യേറ്റീവ്സ്. അപ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്? മേച്ചിൽപ്പുല്ല് റിവോൾട്ട്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ബി കംപ്ലീറ്റ് ദ ടേബിൾ. ചില കോഡ്സ് തന്നിട്ടുണ്ട്, അതാരാ പറഞ്ഞ് തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഈവൻസ് ആണ് നമുക്ക് എഴുതേണ്ടത്. റൂൾ ഓഫ് വൈറ്റ് ഡെവിൾസ് വെൻ നീചവരണം എന്ന് പറഞ്ഞത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ടു ഒപ്പോസ് ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പറഞ്ഞ വേർഡ്സാണ് ടു ഒപ്പോസ് ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ റൂൾ ഓഫ് വൈറ്റ് ഡെവിൾസ് എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ്. ഇനി അടുത്ത ചോദ്യം. ദിസ് കോൺഫറൻസ് ഈസ് നോട്ട് ടു ആർഗ്യൂ ആൻഡ് വിൻ, ടു നോ ആൻഡ് ഇൻഫോം. ദിസ് കോൺഫറൻസ് ഈസ് നോട്ട് ടു ആർഗ്യൂ ആൻഡ് വിൻ ബട്ട് ടു നോ ആൻഡ് ഇൻഫോം. ഇത് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് ഇത് പറഞ്ഞത്. ദിസ് കോൺഫറൻസ് ഈസ് നോട്ട് ടു ആർഗ്യൂ ആൻഡ് വിൻ ബട്ട് ടു നോ ആൻഡ് ഇൻഫോം എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇത് ഏത് ഇവൻറ്റിലാണ് പറഞ്ഞത്? ഓൾ റിലീജിയസ് കോൺഫറൻസ് പറഞ്ഞതാണ്. ഓൾ റിലീജിയസ് കോൺഫറൻസ്. ഓക്കെ. ഇനി നെക്സ്റ്റ്. ഇഫ് അവർ ചിൽഡ്രൻ ആർ ഡിനൈഡ് എഡ്യൂക്കേഷൻ വി വിൽ ഗ്രോ വീഡ്സ് ഓൾ ഓവർ ദ പാൾഡി വീഡ്സ് എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ് ഇത് പറഞ്ഞത്. ഇഫ് അവർ ചിൽഡ്രൻ ആർ ഡിനൈഡ് എഡ്യൂക്കേഷൻ വി വിൽ ഗ്രോ വീഡ്സ് ഓൾ ഓവർ ദ പാർട്ടി ഫീൽഡ്. ഇത് ഏത് ഇവൻറ്റിലാണ് പറഞ്ഞത്? വെൻ ദ സ്റ്റുഡൻസ് ഫ്രം ദ ഡിപ്രസ്ഡ് ക്ലാസ്സസ് വർ ഡിനൈഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഡിനൈഡ് എഡ്യൂക്കേഷൻ. ഡിപ്രസ്ഡ് ക്ലാസ്സസ് സ്റ്റുഡൻസ് വർ ഡിനൈഡ് എഡ്യൂക്കേഷൻ. ഇനി നമുക്ക് അയ്യങ്കാളിനെ പറ്റിയിട്ട് 2-3 പോയിൻറ്റ്സ് പറയാം. അയ്യങ്കാളി എവിടെയാണ് ജനിച്ചത്? ഹി വാസ് ബോൺ അറ്റ് വെങ്ങാനൂർ ആൻഡ് ദ ഓർഗനൈസേഷൻ ഈ ഫൗണ്ടഡ്, അദ്ദേഹം ഫൗണ്ട് ചെയ്ത ഓർഗനൈസേഷൻ്റെ പേരാണ് സാധുജന പരിപാലന. അതേപോലെ തന്നെ അയ്യങ്കാളി നയിച്ച 2 പ്രധാനപ്പെട്ട സമരങ്ങളാണ്. ഒന്ന് വില്ലുവണ്ടി ആൻഡ് കല്ലുമാല അജിറ്റേഷൻ. ഇത് രണ്ടും അയ്യങ്കാളിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 അജിറ്റേഷൻസ് ആണ്. ഒന്ന് വില്ലുവണ്ടി, രണ്ടാമത്തേത് കല്ലുമാല അജിറ്റേഷൻ. പിന്നെ ഓർഗനൈസേഷനാണ് സാധുജന പരിപാലന യോഗം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് പറയാനുള്ളത്, ഹി ബിക്കെയിം എ മെമ്പർ ഓഫ് ശ്രീമൂലം പ്രജാസഭ. ഗാന്ധിജി അപ്രിഷിയേറ്റഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് അയ്യങ്കാളി. ഇത്രയും കാര്യങ്ങളാണ് അയ്യങ്കാളിയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു, കല്ലുമാല അജിറ്റേഷനിൽ പങ്കെടുത്തു, അതേപോലെ തന്നെ വില്ലുവണ്ടി യാത്ര അദ്ദേഹമാണ് തുടങ്ങിയത്, പിന്നെ സാധുജന പരിപാലന യോഗം. ഓക്കെ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. Social reform movements work not only for the rights of lower caste people but also for the all section of society. Human progress is possible only through acquiring materialistic education along with the religious education. Who said these words? അപ്പോൾ ഇത് ആരാണ് പറഞ്ഞത്? ഇത് പറഞ്ഞതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് പറഞ്ഞത്. ഹ്യൂമൻ പ്രോഗ്രസ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ ദ മെറ്റീരിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ അലോങ് വിത്ത് റിലീജിയസ് എഡ്യൂക്കേഷൻ. ഓക്കെ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. പിന്നെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഈസ് എ മീൻസ് ടു സോൾവ് ദ സോഷ്യൽ ബാക്ക്വേർഡ്നെസ്. ഇതൊക്കെ വക്കം അബ്ദുൽ മൗലവി പറഞ്ഞ കോഡ്സാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തെ പറ്റി പറയാന്ന് വെച്ചാൽ ഈ ഫൗണ്ടഡ് ദ മാഗസിൻ മുസ്ലിം ആൻഡ് അൽ ഇസ്ലാം ആൻഡ് ദ ന്യൂസ് പേപ്പർ സ്വദേശാഭിമാനി ടു സ്പ്രെഡ് ദ ലൈറ്റ് ഓഫ് നോളേജ്. അദ്ദേഹം ഫൗണ്ട് ചെയ്ത മാഗസിൻസ് ആണ് മുസ്ലിം, അൽ ഇസ്ലാം, പിന്നെ അതേപോലെ തന്നെ സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പിന്നെ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു മുസ്ലിം ഐക്യ സംഘം. ഇത്രയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹം ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി. മുസ്ലിം അൽ ഇസ്ലാം എന്നീ 2 മാഗസിൻ അദ്ദേഹമാണ് ഫൗണ്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനാണ് മുസ്ലിം ഐക്യ സംഘം. ഓക്കെ.
ഇനി അടുത്തത് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ മെമ്പേഴ്സ് ഓഫ് എ നമ്പൂതിരി കമ്മ്യൂണിറ്റി അഗേൻസ്റ്റ് ദ ഇൻഇക്വാലിറ്റീസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻസ് ഫേസ്ഡ് ബൈ നമ്പൂതിരി വുമൺ. അപ്പോൾ നമ്പൂതിരി വുമൻസിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് ഫൈറ്റ് ചെയ്തത്, അവരുടെ തന്നെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരൊക്കെയാണ് ഫൈറ്റ് ചെയ്തതെന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഒരുപാട് ആൾക്കാരുണ്ട്. ദ സോഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് നമ്പൂതിരി കമ്മ്യൂണിറ്റി ലൈക്ക് വീട്ടി ഭട്ടതിരിപ്പാട് ആൻഡ് എം.ആർ. ഭട്ടതിരിപ്പാട് റാലിഡ് അഗേൻസ്റ്റ് ദ ഇൻഇക്വാലിറ്റീസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ ദ നമ്പൂതിരി വിമൻ. ഇപ്പോൾ നമ്പൂതിരി വിമൻസിൻ്റെ ഇൻഇക്വാലിറ്റീസിനും വേർതിരിവുകൾക്ക്, ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വേർതിരിവ്, അതിന് വേണ്ടിയൊക്കെ സംസാരിച്ച 2 ആക്ടിവിറ്റീസാണ്. ഒന്ന് വീട്ടി ഭട്ടതിരിപ്പാടും അതേപോലെ തന്നെ എം.ആർ. ഭട്ടതിരിപ്പാടും. ഓക്കെ. ദ പ്ലേസ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് റിട്ടൺ ബൈ വിട്ടി ഭട്ടതിരിപ്പാട് ആൻഡ് ഋതുമതി ബൈ പ്രേംജി റിവീൽഡ് ടു ദ സൊസൈറ്റി ദ ട്രാജിക് പ്ലേറ്റ് ഓഫ് നമ്പൂതിരി വിമൻ. അപ്പോൾ വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകവും അതേപോലെ തന്നെ പ്രേംജിയുടെ ഋതുമതി എന്ന നാടകവും നമ്പൂതിരി സ്ത്രീകളുടെ ഇൻഇക്വാലിറ്റീസ് പുറത്തേക്ക് കൊണ്ടുവരുന്ന നാടകങ്ങളായിരുന്നു. പിന്നെ ആര്യ പള്ളം, ദേവകി നരിക്കാട്ടിരി ആൻഡ് പാർവതി നെന്മേനി മംഗലം were the leaders who strived to make the Nambudiri women self-sufficient by organizing various activities. ആര്യ പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം ഇവരൊക്കെ നമ്പൂതിരി സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പോരാടിയ നമ്പൂതിരി സ്ത്രീകളാണ്. ആര്യപള്ളം, ദേവകി നരിക്കാട്ടിരി ആൻഡ് പാർവതി നെന്മേനി മംഗലം were the leaders who strived to make the Nambudiri women self-sufficient by organizing various activities. Okay. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് സ്ട്രഗിൾ. ദ 9th ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഗാന്ധിജി ആൻഡ് ദ ഫ്രീഡം സ്ട്രഗിൾ. ഓക്കെ. നെയിം ദ തേർഡ് ഫേസ് 1919 to 1947 ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ. ആ ഒരു ഫേസിന് പറയുന്ന പേരാണ് ഗാന്ധിയൻ ഫേസ്, അല്ലേ, ഗാന്ധിയൻ ഫേസ്. The period between 1919 and 1947 when Gandhiji led the movement is known as Gandhian phase. അപ്പോൾ നമ്മൾ എന്താ ആൻസർ ചെയ്തതിൻ്റെ ഗാന്ധിയൻ ഫേസ് 1919 മുതൽ 1947 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിന് പറയുന്ന പേരാണ് ഗാന്ധിയൻ ഫേസ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. In 1919 and 1947 are unforgettable years for Indians. ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം 1919 അതേപോലെ തന്നെ 1947 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഇൻസിഡൻറ്റ്സ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ 1919 immersed us in sorrow and the year 1947 made us happy and proud. അപ്പോൾ 1919 നടന്ന ഒരു സംഭവം നമ്മുടെ വളരെയധികം എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയും അതേപോലെ തന്നെ 1947 നടന്ന ഒരു സംഭവം നമ്മളെയൊക്കെ വളരെ സന്തോഷത്തിലാക്കി, നമ്മളെ അഭിമാനപൂരിതരാക്കി. വി മെയ്ഡ് ആസ് ഹാപ്പി ആൻഡ് പ്രൗഡ്. ഐഡൻറ്റിഫൈ ദീസ് ഇൻസിഡൻസ്. അപ്പോൾ ഈ 2 ഇൻസിഡൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. 1919 എന്താണ് നടന്നത്? 1919 നടന്ന ഒരു സംഭവമാണ് ജാലിയൻ വാലാബാഗ് മസാക്കർ. ജാലിയൻ വാലാബാഗ് മസാക്കർ അത് എന്നാണ്, കറക്റ്റ് ഡേറ്റ് എന്നാണ് 6th April 1919. അതൊരു ബ്ലാക്ക് ഡേ എന്നാണ് പറയുന്നത്. ഇത് എവിടെ വെച്ചിട്ടാണ് നടന്നത്? പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നത്. ഓക്കെ. ഇതിനോടനുബന്ധിച്ച് ഗാന്ധിജി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗാന്ധിജി റിലിങ്ക്വിഷ്ഡ് ദ ടൈറ്റിൽ കൈസറെ ഹിന്ദ് കൺഫേംഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്ത കൈസറെ ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ഉപേക്ഷിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ റിനൗൺസ്ഡ് ദ ടൈറ്റിൽ ഓഫ് സർ കൺഫേംഡ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ നൽകിയ സർ എന്ന പദവി രവീന്ദ്രനാഥ് ടാഗോറും ഉപേക്ഷിച്ചു. കൺട്രി വൈഡ് പ്രൊട്ടസ്റ്റ് വർ ഓർഗനൈസ്ഡ്. രാജ്യത്ത് ആകമാനം വളരെയധികം അജിറ്റേഷൻസൊക്കെ നടന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് 6th April 1919 നടന്നത്. അതെന്തായിരുന്നു? ജാലിയൻ വാലാബാഗ് മസാക്കർ. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? 1947 എല്ലാവർക്കും അറിയാം, ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയ വർഷമാണ് 1947. ഓക്കെ. ഇനി അടുത്തത് റൈറ്റ് എ നോട്ട് ഓൺ ചമ്പാരൻ സത്യാഗ്രഹ, ദ ഫസ്റ്റ് സ്ട്രൈക്ക് ഓർഗനൈസ്ഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹയെ പറ്റി ഒരു നോട്ട് എഴുതാനാണ്. അപ്പോൾ നമുക്കറിയാം, ദ ഫസ്റ്റ് സ്ട്രൈക്ക് ലെഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ വാസ് ദ ചമ്പാരൻ
സത്യാഗ്രഹ ഇൻ 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹ ഉണ്ടായത്. അത് ഗാന്ധിജി നയിച്ച ആദ്യത്തെ ഒരു സ്ട്രൈക്കാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഓഫ് ചമ്പാരൻ ഇൻ ബീഹാർ ബൈ ദ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ്. അപ്പം ബ്രിട്ടീഷ് പ്ലാന്റേഴ്സുകൾ ചമ്പാരനിലെ ഇൻഡിഗോ ഫാമേഴ്സിനെ വളരെയധികം ചൂഷണം ചെയ്തിരുന്നു. അതിനെതിരെയുള്ളൊരു സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ആസ് എ റിസൾട്ട് ദ ബ്രിട്ടീഷ് വർ കമ്പൽഡ് ടു അഡോപ്റ്റ് മെഷേഴ്സ് ദാറ്റ് ബ്രോട്ട് റിലീഫ് ടു ഫാമേഴ്സ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ആശ്വാസകരമായ കാര്യങ്ങളൊക്കെ ഫാമേഴ്സിന് ഉണ്ടായി. അപ്പോൾ ഇത്രയാണ് ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 4. The solid portion of the earth that contains landforms like rocks and soil is called lithosphere. First question, the highest peak on land and the deepest trench are found on the lithosphere. Which are they? അപ്പോൾ ഹയസ്റ്റ് പീക്ക് ഓൺ ലാൻഡ്, നമ്മുടെ കരയിലെ ഏറ്റവും വലിയ പീക്ക് ഏതാണ്? മൗണ്ട് എവറസ്റ്റ്. ദ ഹയസ്റ്റ് പീക്ക് മൗണ്ട് എവറസ്റ്റ്. ദ ഡീപ്പസ്റ്റ് ട്രെഞ്ച് ദ ചലഞ്ചർ ഡീപ്പ്. ദ ചലഞ്ചർ ഡീപ്പ്. ഓക്കെ, ഇനി അടുത്തത് കമ്പയർ ദ ടേബിൾ റിലേറ്റഡ് ടു ദ ഫീച്ചേഴ്സ് ഓഫ് ലാൻഡ് ഫോംസ്. അപ്പം പ്ലെയിൻസ് ലാൻഡ് ഫോംസും അതിൻ്റെ ഫീച്ചേഴ്സും ആണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ എന്താണ്? പ്ലെയിൻസിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കാം? കമ്പാരറ്റീവ്ലി ലോ ലയിങ് ആൻഡ് എക്സ്പെൻസീവ് ലാൻഡ് ഫോംസ്. കമ്പാരറ്റീവ്ലി ലോ ലയിങ്, താന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതേപോലെ തന്നെ എക്സ്പാൻസീവ് ലാൻഡ് ഫോംസ് ആണ്, വിശാലമായി കിടക്കുന്ന ലാൻഡ് ഫോംസിനെയാണ് നമ്മൾ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആരാണ്? ദ ലാൻഡ് ഫോംസ് ഹാവിങ് ആൻ ആൾട്ടിറ്റ്യൂഡ് മോർ ദാൻ 900 മീറ്റർ ആൻഡ് സ്റ്റീപ്പ് സ്ലോപ്സ്. അതെന്താണ്? മൗണ്ടൻസിൻ്റെ ഫീച്ചേഴ്സാണ് പറഞ്ഞത്. മൗണ്ടൻസിൻ്റെ ഫീച്ചേഴ്സാണ് 90 മീറ്റർ കൂടുതൽ ഉയരമുള്ളതും അതേപോലെ തന്നെ സ്ലോപ്സ് ഉള്ളതുമായിട്ടുള്ള ലാൻഡ് ഫോംസിന് നമ്മൾ പറയുന്നതാണ് മൗണ്ടൻസ്. ഇനി നെക്സ്റ്റ് എന്താണ്? പ്ലാറ്റ്യൂസ്. പ്ലാറ്റ്യൂസിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? ഓക്കെ, ലാൻഡ് ഫോംസ് വിത്ത് ഫ്ലാറ്റ് ടോപ്പ്. ഫ്ലാറ്റ് ടോപ്പുള്ള ലാൻഡ് ഫോംസ് ആണ്. വിച്ച് സ്റ്റാൻഡ്സ് അറ്റ് കമ്പാരറ്റീവ്ലി ഹയർ എലവേഷൻ ദാൻ സറൗണ്ടിങ്സ്. ചുറ്റുപാടിൽ നിന്ന് കുറച്ച് ഉയർന്നു നിൽക്കുന്ന ആ ഒരു ടൈപ്പുള്ള ലാൻഡ് ഫോംസിനെയാണ് നമ്മൾ പ്ലാറ്റ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി 5 നോക്കാം. ബയോസ്ഫിയർ ഇൻക്ലൂഡ്സ് all living things on the earth. Lithosphere, hydrosphere and atmosphere are part of it. ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ലിത്തോസ്ഫിയർ ഉണ്ട്, ഹൈഡ്രോസ്ഫിയർ ഉണ്ട്, അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇനി അടുത്തത്, ഹൗ ഈസ് അറ്റ്മോസ്ഫിയർ യൂസ്ഫുൾ ടു ലിവിങ് ബീയിങ്സ്. എങ്ങനെയാണ് നമുക്ക് അറ്റ്മോസ്ഫിയർ യൂസ്ഫുൾ ആവുന്നത്? ലിവിങ് തിങ്സിന് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ യൂസ്ഫുൾ ആവുന്നതെന്നാണ് ചോദ്യം. ഇതിനെ സംബന്ധിച്ചൊരു ഡയഗ്രാം ഉണ്ട്. എന്താണ്? അറ്റ്മോസ്ഫിയർ, കാർബൺ ഡൈ ഓക്സൈഡ് റിക്വയർഡ് ഫോർ പ്ലാന്റ്സ്, ഓക്സിജൻ, പ്രൊട്ടക്ഷൻ ഫ്രം ഹാംഫുൾ അൾട്രാവയലറ്റ് ആൻഡ് ഗാമ റേസ്, റീസൺസ് ഫോർ ക്ലൈമറ്റിക് ഫിനോമിന ലൈക്ക് റെയിൻ ആൻഡ് സ്നോ. അപ്പം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഗെറ്റ് ഫ്രഷ് എയർ ഫ്രം അറ്റ്മോസ്ഫിയർ. ഒന്നാമത്തെ എന്താണ്? നമുക്ക് നല്ല ഫ്രഷ് എയർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്ന. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഗെറ്റ് ഫ്രഷ് എയർ ഫ്രം അറ്റ്മോസ്ഫിയർ. പിന്നെന്താണ്? ഫ്രം അറ്റ്മോസ്ഫിയർ പ്ലാന്റ്സ് റിസീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ പ്രിപ്പയറിംഗ് ഫുഡ്. അപ്പോൾ പ്ലാന്റ്സിന് കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് കിട്ടുന്നത്. അതുപയോഗിച്ചിട്ടാണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എന്തെഴുതാം? അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്റ്റ് ദ ഓർഗനൈസം ഫ്രം ഹാംഫുൾ അൾട്രാവയലറ്റ് ആൻഡ് ഗാമ റേസ്. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ഗാമ റേസിൽ നിന്നും ഓർഗാനിസത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പിന്നെ അടുത്തത്, അറ്റ്മോസ്ഫിയർ കോസസ് ദ ക്ലൈമറ്റിക് ഫിനോമിന ലൈക്ക് റെയിൻ, വിൻഡ്. മഴയൊക്കെ ഉണ്ടാകുന്നത് അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരുപാട് പോയിന്റ്സ് നമുക്ക് എഴുതാൻ കഴിയും. ഇനി അടുത്തത്, നൗവഡേയ്സ് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഗെറ്റിംഗ് പൊല്യൂട്ടഡ്. ഇന്നെന്താണ്? അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആവുകയാണ്. ഹൗ ഈസ് അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ്? അപ്പോൾ അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കാരണം? ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലേ. ഏതെങ്കിലും 2 പോയിൻറ്റ്സോ 3 പോയിൻറ്റ്സോ എഴുതാം. ദ പമ്പിങ് ഔട്ട് ഓഫ് സ്മോക്ക് ഫ്രം ഇൻഡസ്ട്രീസ് ആൻഡ് മോട്ടോർ വെഹിക്കിൾസ്. ഒന്നാമത്തെ കാരണം എന്താണ്? വെഹിക്കിൾസ്, വാഹനങ്ങളിൽ നിന്നും ഇൻഡസ്ട്രീസിൽ നിന്നുമുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്മോക്ക്. ഓക്കെ, ഗ്യാസസ് യൂസ്ഡ് ഇൻ റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസസ്. പിന്നെന്താണ്? ദ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് സ്മോക്ക് പമ്പിങ് ഔട്ട് ഫ്രം ദ തെർമൽ പവർ പ്ലാന്റ്സ്. തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്ന് വരുന്ന സ്മോക്ക്. ഓക്കെ, ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് സ്മോക്ക്. ദി എമിഷൻ ഓഫ് ഗ്യാസ് ഫ്രം വേസ്റ്റ്. ഇതൊക്കെ അറ്റ്മോസ്ഫിയറിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്.
ഇനി അടുത്തത് വൺസ് there were abundant paddy fields in കേരള. ഒരു കാലത്ത് ഒരുപാട് നെൽപ്പാടങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. The staple food of Kerala is rice. നമ്മുടെ മുഖ്യ ഭക്ഷണം എന്താണ്? അരിയാണ്. ഓക്കെ. The paddy fields have many advantages other than providing food. ഈ ഫുഡ് ഉണ്ടാക്കുക എന്നതല്ലാതെ വേറെയും ചില കാര്യങ്ങളൊക്കെ വയലിനെ കൊണ്ട് നമുക്ക് ഉപകാരമായിട്ടുണ്ട്. വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് കൾട്ടിവേറ്റിംഗ് പാഡി ഇൻ ദ ഫീൽഡ്സ്? അപ്പോൾ നെല്ല് വയലുകളിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ്, അതായത് ഭക്ഷണം മാത്രമല്ലാതെ വേറെ എന്തെല്ലാം നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ വാട്ടർ ലെവൽ നിയർബൈ വെൽസ്. ഓക്കെ. Maintains the fertility of soil. Maintains the fertility of soil. It maintains a fixed amount of water, air, humus and microorganisms. It maintains a fixed amount of water, air, humus and microorganisms. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ആർ പാഡി ഫീൽഡ്സ് ഡിസ്ട്രോയിഡ്? പാഡി ഫീൽഡ്സ് ഒക്കെ എങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ബൈ ഫിൽഡ് അപ്പ് വിത്ത് സോയിൽ ഫോർ ഹ്യൂമൻ പർപ്പസ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മണ്ണ് നികത്തുകയാണ്. ഫിൽഡ് അപ്പ് വിത്ത് സോയിൽ ഫോർ ഹ്യൂമൻ പർപ്പസ്. ക്ലേ ഇൻ ദ പാഡി ഫീൽഡ്സ് ആർ മൈൻഡ് ആൻഡ് ബേക്ക്ഡ് ഇൻ ദ ക്ലിൻസ് ഫോർ മേക്കിംഗ് ബ്രിക്സ്. അടുത്ത ആക്ടിവിറ്റി നോക്കാം. Various programs and projects being implemented by the government for the poverty alleviation. അപ്പോൾ പോവർട്ടി അലിവേഷന് വേണ്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പല പ്രോഗ്രാംസും പ്രോജക്റ്റും നമ്മുടെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാം വിച്ച് ഈസ് ബെനിഫിഷ്യൽ ടു ദ പീപ്പിൾ ഹു ആർ അബവ് 65 years ഓഫ് ഏജ് ആൻഡ് ഹാവിങ് നോ ഇൻകം. 65 വയസ്സിന് മുകളിലുള്ളവർക്കും അതേപോലെ തന്നെ യാതൊരു വരുമാനം ഇല്ലാത്തവർക്കും വേണ്ടി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു പോവർട്ടി അലിവേഷൻ പ്രോജക്റ്റിൻ്റെ പേര് എഴുതാനാണ്. അപ്പോൾ എന്താണ് പേര്? അന്നപൂർണ. ഓക്കെ. അടുത്തത്, കേരള ഈസ് നോട്ട് സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ്. അപ്പോൾ കേരള ഫുഡിൻ്റെ കാര്യത്തിൽ സെൽഫ് സഫിഷ്യൻ്റ് അല്ല. കാരണം കേരളത്തിൽ അങ്ങനെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന അത്രയും ഭക്ഷണം സാധനങ്ങൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. കേരളം തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം കേരള ഈസ് നോട്ട് സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ്. Government takes various activities for ensure food security. Which are the arguments that you are raised for the statement Kerala has a strong public distribution system? കേരളത്തിന് വളരെ ശക്തമായൊരു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട് എന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പോൾ എന്തൊക്കെ എഴുതാം? ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഔട്ട്ലെറ്റ്സ് ഇൻ കേരള സപ്ലൈ റൈസ്, ഫുഡ് പ്രോഡക്ട്സ് ആൻഡ് അതർ എസെൻഷ്യൽ കൊമോഡിറ്റീസ് ടു ദ നീഡി അറ്റ് ഫെയർ പ്രൈസ്. അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഔട്ട്ലെറ്റിൽ കേരള റൈസും അതേപോലെ തന്നെ അരി, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സൊക്കെ വളരെ ആവശ്യക്കാർക്ക് വളരെ ന്യായമായ വിലയിൽ കൊടുക്കുന്നുണ്ട്. ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഔട്ട്ലെറ്റ്സ് ഇൻ കേരള സപ്ലൈ റൈസ്, ഫുഡ് പ്രോഡക്ട്സ് ആൻഡ് അതർ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ടു ദ നീഡി അറ്റ് ഫെയർ പ്രൈസ്. അപ്പോൾ ആവശ്യക്കാർക്ക് വളരെ മിതമായ നിരക്കിൽ അരിയും ഭക്ഷ്യസാധനങ്ങളും അതേപോലെ അത്യാവശ്യ സാധനങ്ങളും കേരളത്തിലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ വഴി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ദിസ് സിസ്റ്റം എയിംസ് ടു കൺട്രോൾ ദ ഫുഡ് സ്കെയർസിറ്റീസ്. ഫുഡ് സ്കെയർസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൗർലഭ്യം, ഭക്ഷണം കിട്ടാൻ പറ്റാത്ത അവസ്ഥ, അത് കൺട്രോൾ ചെയ്യാനും വളരെയധികം ഇത് സഹായകമാണ്. ദേ ഹെൽപ്പ് ഇൻ സ്റ്റെബിലൈസിങ് ദ ഫുഡ് ഗ്രെയിൻസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ് ആൻഡ് മേക്കിംഗ് ഫുഡ് അവൈലബിൾ ടു ലോ ഇൻകം ഫാമിലീസ്. എല്ലാവർക്കും ഭക്ഷണം കിട്ടണം എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ദീസ് ഷോപ്സ് ആക്ട്സ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് പ്രൈസ് stabilization and an attempt of private traders who try to exploit the situation of food scarcity. ന്യായമായ വില എല്ലാവർക്കും ഉറപ്പാക്കാനും അതേപോലെ തന്നെ പ്രൈവറ്റ് ട്രേഡേഴ്സ്, അതായത് സ്വകാര്യ കച്ചവടക്കാരൻ്റെ ഒരു വില കയറ്റത്തെ നിയന്ത്രിക്കാനും ഒക്കെ ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്? സപ്ലൈകോ, റേഷൻ ഷോപ്സ്, അങ്ങനെ കുറേ പബ്ലിക് ഹോർട്ടികോപ്പ് തുടങ്ങിയ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കേരളത്തിലുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് സർഫസ് ആർ ഡെപ്പിക്റ്റഡ് യൂസിങ് അപ്രൂവ്ഡ് കളേഴ്സ് ആൻഡ് സിമ്പിൾസ്. ഇവിടെ കണ്ടല്ലോ, നോർത്ത് പോൾ ഉണ്ട്, എ എന്ന് പറഞ്ഞിട്ട് ബി എന്തായിരിക്കും? ബി സൗത്ത് പോൾ ആയിരിക്കും അല്ലേ? നോർത്ത് പോൾ അപ്പുറം വെച്ചാൽ ബി എന്തായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും.
അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് എന്താണ്? ബ്ലൂ കളർ ഈസ് മോർ സീൻ ഓൺ ദ ഗ്ലോബ്. ഗ്ലോബിൽ ചുറ്റുവട്ടത്ത് എന്താ കാണുന്നത്? ബ്ലൂ കളറാണ് കാണുന്നത്. വാട്ട് ഡസ് ദിസ് ബ്ലൂ കളർ ഇൻഡിക്കേറ്റ്സ്? അപ്പോൾ ഈ ബ്ലൂ കളർ എന്തിനെ ഇൻഡിക്കേറ്റ്സ് ആണ്? നമുക്കറിയാം, വാട്ടർ ബോഡീസ്. അപ്പോൾ ബ്ലൂ കളർ ഇൻഡിക്കേറ്റ്സ് വാട്ടർ ബോഡീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യു ഹാവ് ഒബ്സർവ്ഡ് എ ഗ്ലോബ്, ഐഡൻറ്റിഫൈ ദ ഫോളോയിങ്. അപ്പോൾ ഈ ഗ്ലോബിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ചില കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. നെയിം ദ ലോങ്ങസ്റ്റ് ലാറ്റിറ്റ്യൂഡ്. ലോങ്ങസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ഏതാണ്? ഇക്വേറ്റർ ആണ്. ഇക്വേറ്റർ ഈസ് ദ ലോങ്ങസ്റ്റ് ലാറ്റിറ്റ്യൂഡ്. ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഏതാണ്? ഇക്വേറ്റർ ആണ്. അത് മറന്നു പോകരുത്. ഏറ്റവും ലോങ്ങസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ഇക്വേറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ലൈൻ കണക്ട്സ് ദ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ? നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും കണക്ട് ചെയ്യുന്ന ലൈന് പറയുന്ന പേരെന്താണ്? എന്താണ്? ലോങ്ങിറ്റ്യൂഡ്. എന്താണ്? ലോങ്ങിറ്റ്യൂഡ്. ഓക്കെ, ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. വിച്ച് പോൾ ഈസ് മാർക്ക്ഡ് ആസ് ബി ഇൻ ദ പിക്ചർ? അപ്പോൾ നമ്മൾ എന്താണ്? സൗത്ത് പോളാണെന്ന് പറഞ്ഞു അല്ലേ? എ നോർത്ത് പോളാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? സൗത്ത് പോളാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ ഡിഗ്രി ത്രൂ വിച്ച് ദ ഗ്രീൻവിച്ച് മെറീഡിയൻ പാസസ്. ഗ്രീൻവിച്ച് മെറീഡിയൻ പാസ് ചെയ്യുന്നത് ഏത് ഡിഗ്രിയിലൂടെയാണെന്ന്? അപ്പോൾ ഏതാണ്? 0 ഡിഗ്രിയാണ്. ഓക്കെ, 0 ഡിഗ്രിയിലൂടെയാണ് ഗ്രീൻവിച്ച് മെറീഡിയൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. നെയിം ദ ലോങ്ങസ്റ്റ് ലാറ്റിറ്റ്യൂഡ്, ഇക്വേറ്റർ. ദ ലൈൻ കണക്ട്സ് ദ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ, ദാറ്റ് ഈസ് ലോങ്ങിറ്റ്യൂഡ്. ഓക്കെ, ദ ഡിഗ്രി ത്രൂ വിച്ച് ദ ഗ്രീൻവിച്ച് മെറിഡിയൻ പാസസ് ഈസ് 0 ഡിഗ്രി. അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 9. ദ പ്ലാൻ ആൻഡ് സ്കെച്ച് ഹെൽപ്സ് അസ് ടു ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് എ പ്ലേസ്. ഐഡൻറ്റിഫൈ ദ ഇൻഡിക്കേറ്റേഴ്സ് നീഡഡ് ടു സ്കെച്ച് ഓർ പ്ലാൻ. ആക്യുറേറ്റ് മെഷർമെൻറ്റ്സ്, ഡയറക്ഷൻ. ആക്യുറേറ്റ് ആയി വളരെ കൃത്യമായ മെഷർമെൻറ്റ്സ് ഒക്കെ വേണം. അതേതാണ്? അത് പ്ലാനിനാണോ സ്കെച്ചിനാണോ വേണ്ടത്? അത് പ്ലാനിനാണ്. ആക്യുറേറ്റ് മെഷർമെൻറ്റ്സും ഡയറക്ഷൻസും ഒക്കെ വേണ്ടത് എന്തിനാണ്? പ്ലാനിനാണ്. നോ സിമ്പിൾസ് ടു ഷോ ഡയറക്ഷൻ. അപ്പോൾ അതെന്തിനാണ്? അത് സ്കെച്ചിനാണ്. സ്കെച്ചിന് അത്ര ഡയറക്ഷനോ ഒരു പ്രത്യേക സിമ്പിളോ ഒന്നുമില്ല. ഒരു റഫായിട്ടുള്ള പ്ലാനാണ് സ്കെച്ച് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഇൻഫോർമേഷൻ ആർ നീഡഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് എ പ്ലാൻ ഓഫ് യുവർ ക്ലാസ് റൂം? അപ്പോൾ ക്ലാസ് റൂമിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വരണം? മെഷർമെൻറ്റും ഡയറക്ഷനും വേണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെയിം ദ ക്ലിയർ ആൻഡ് ആക്യുറേറ്റ് ഇല്ലസ്ട്രേഷൻ ഓഫ് കമ്പാരറ്റീവ്ലി ലാർജർ ഏരിയാസ്. എന്താണ്? മാപ്സ് ആണ് ഉപയോഗിക്കുന്നത്. കമ്പാരറ്റീവ്ലി ഒരു വലിയ ഏരിയാസിനെയൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മാപ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? സ്ട്രഗിൾസ് ഫോർ ഫ്രീഡം ആൻഡ് ടേക്കിംഗ് പ്ലേസ് ഇൻ വാരിയസ് പാർട്സ് ഇൻ ഇന്ത്യ. അപ്പം നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ടും പല സമരങ്ങളും നടന്നിട്ടുണ്ട്. ഓക്കെ, ചമ്പാരൻ. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ സ്റ്റേറ്റ്സ് വേർ ദ ഇൻസിഡൻസ് ടേക്കൻ, ഷെയ്ഡ് ദം ഇൻ ദ മാപ്പ് പ്രൊവൈഡ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഇൻസിഡൻസ് ഒക്കെ എവിടെ നടന്നതെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം എവിടെ നടന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. എവിടെയാണ് നടന്നത്? 1970 ബീഹാറിലാണ് നടന്നത്. അപ്പോൾ നമ്മൾ ബീഹാറാണ് അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ, അടുത്തത് ഖേദ സ്ട്രൈക്ക്. ഖേദ സ്ട്രൈക്ക് എവിടെ നടന്നത്? ഗുജറാത്തിലാണ് ഖേദ സ്ട്രൈക്ക് നടന്നത്. അപ്പോൾ നമ്മൾ ഗുജറാത്താണ് അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ജാലിയൻ വാലാബാഗ് മസാക്കർ. ജാലിയൻ വാലാബാഗ് മസാക്കർ നടന്നത് എവിടെയാണ്? പഞ്ചാബിലാണ്. അപ്പോൾ പഞ്ചാബും അടയാളപ്പെടുത്തണം. ഓക്കെ, ഇനി ചൗരി ചൗര ഇൻസിഡൻറ്റ്. ചൗരി ചൗര ഇൻസിഡൻറ്റ് നടന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലാണ് ചൗരി ചൗര ഇൻസിഡൻറ്റ് നടന്നത്. അപ്പോൾ ചൗരി ചൗര എവിടെയാണ് അടയാളപ്പെടുത്തേണ്ടത്? ഉത്തർപ്രദേശിലാണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? മലബാർ റിബല്യൻ. മലബാർ റിബല്യൻ നടന്നത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ അടയാളപ്പെടുത്തണം? ബീഹാർ അടയാളപ്പെടുത്തണം, ഗുജറാത്ത് അടയാളപ്പെടുത്തണം, കേരള, പഞ്ചാബ്, ഉത്തർപ്രദേശ്. ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ മാപ്പിൽ അടയാളപ്പെടുത്തണം. ഓക്കെ.